എന്ന് തീരുമാനിച്ചില്ല. ആ കാര്യം ഡീറ്റെയിൽസ് തീരുമാനിച്ചു. എന്തായാലും കുറച്ച് മീറ്റിംഗ് പ്രസംഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് വാഹനത്തിൽ പോയിട്ട് വേണമല്ലോ പ്രസംഗിക്കാൻ. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ 4-5 ദിവസം പ്രസംഗിക്കേണ്ടി. അത് മതി. ജനങ്ങൾ ഒരു കൺവെൻഷൻ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി, എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി. അല്ല, അവർക്ക് സംഘടിപ്പിച്ചൂടെ? പങ്കെടുത്താലെന്നാ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ഞാൻ പോയി, എന്റെ കൺവെൻഷൻ അല്ലല്ലോ അത്. മുൻകൈ അല്ല, പിൻകൈ വേണം. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി ഇല്ല. ഒരു വലിയ മാറ്റത്തിന് വേണ്ടി എന്നുള്ളത് പ്രചരണത്തിലാണ്. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം വരാനുള്ള സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം അതൊന്നും പറയാനില്ല. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ പോസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് വരാനുള്ള സാധ്യത വിഫലമാകാനാണ് സാധ്യത പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ചോദ്യം എന്താ പറ്റി? എനിക്ക് യാതൊരു അഭിപ്രായമില്ല. കാരണം അവരുടെ കാര്യമാണ്. ഞാൻ ഒരിടത്തും പ്രചരണത്തിന് പോകാൻ തീരുമാനിച്ചതിന് അതായിരുന്നു തീരുമാനം. പക്ഷെ ചിലപ്പോൾ ചേർത്തല പോയി പ്രസംഗിക്കും പ്രസാദിനെതിരായിട്ട്. കാരണം അയാൾ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു കാര്യമില്ല. അയാളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ചോദിച്ചില്ല, ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചു. അതിന് ചോദിച്ചപ്പോഴത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണ്. അവിടെ മാന്യനായിട്ട് ഭാവിക്കുകയല്ലേ. എനിക്കെതിരെ പ്രസ്താവനയുടെ കാര്യം അയക്കുന്നത് അയാൾ മാത്രമേ ഇട്ടുള്ളൂ. CPI അവർക്ക് CPIക്ക് വേണേൽ പറയാം. പക്ഷെ അവർ പറഞ്ഞില്ല. കാരണം അവരതിൽ ഇടപെടുന്നില്ല. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. അവിടെ അയാളെ തോൽപ്പിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ അനങ്ങാതിരുന്ന ആളാണ്. എങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചത്. അതിൽ ചോദിച്ചു വാങ്ങുന്നതാണ്. കഴിഞ്ഞ തവണ അയാൾക്ക് എത്ര വോട്ട് കിട്ടി? 6000 ചില്ലാൻ വോട്ട്. അതെ, 18,000 വോട്ട് നല്ലവനായിരുന്ന നമ്മുടെ തിലോത്തമൻ അവിടെ വാങ്ങിയതായിരിക്കില്ല. മറ്റേത് വെറും 6,000-ഓളം വോട്ട്. മനസ്സിലായോ? അപ്പം ഈ ഇലക്ഷനിലൂടെ അയാളുടെ രാഷ്ട്രീയ വിജയം തുലാസിലാണ്. ആ കൂട്ടത്തിലാണ് ഒരാവശ്യമില്ല. അയാളുടെ ശത്രുവല്ലാത്ത എൻ്റെ നേരെ ആരെ സൂചിപ്പിക്കാൻ? ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ സൂചിപ്പിക്കാൻ. ചേർത്തല ചിലപ്പോൾ പോയി യോഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പോസ്റ്റർ ബാലറ്റൊക്കെ അവര് പൂരിപ്പിച്ച് അവർ പോസ്റ്റ് ചെയ്തു. പോസ്റ്റർ വരും. ഒരുപാടൊന്നും ഉണ്ടാവില്ല. 1-2 മാക്സിമം. വാഹനങ്ങളൊക്കെ കുറച്ച് വരും. അനൗൺസ്മെന്റ് വാഹനം വേണമല്ലോ, അല്ല നോക്കത്തില്ലല്ലോ. അത് അത്യാവശ്യമാണ്. അതെ, എണ്ണം ഞാൻ തീരുമാനിച്ചു. മോർ ദാൻ 100 അത്രേ ഉള്ളൂ. ഇല്ല, അത് ആലപ്പുഴയല്ല, അത് കണ്ണൂരിലാണ്. അത് കണ്ണൂരിലാണ്. അത് ഇവിടെ വെച്ച് പറയേണ്ട കാര്യമൊന്നും ഇരിക്കില്ല. പിന്നെ അതെ 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 ബാക്കി പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹം ഇല്ലാതെ പോകുന്നു. അവർക്ക് യാതൊരു വ്യാമോഹമില്ല. അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. നാണവും മാനവും പറയട്ടെ, നാണവും മാനവും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ടോ? ഇവർ പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ. അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അയച്ചുകൊണ്ടിരിക്കുന്ന ആരെയാതൊക്കെ നിങ്ങൾ നോക്കാം. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. ഇവിടുന്ന് പോയല്ലോ 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും ഒക്കെ മത്സരിക്കുകയല്ലേ. അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹമല്ലേ? 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു, 4-1 തോറ്റു. അതിപ്പോൾ വീണ്ടും മത്സരിക്കും. ആലുവായി പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലയിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി പറയണ്ടല്ലോ. അത് എന്ത് വ്യാമോഹം? അത് വ്യാമോഹമല്ല. പാർട്ടി തീരുമാനിച്ചിട്ട് മത്സരിക്കുന്നത്. സതീശൻ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്.
വ്യാമോഹമാണ്. പ്രതിമ 3-ാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ 3-ാമത്തെ തവണ വ്യാമോഹമാണ്. 10-15 പേര് 3, 4, 5 തവണയായത് അതിനെന്ത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചു എന്നാണ് കൈരളിലാണ് ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാലെന്താ? എത്ര തവണ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അറിയാം. AKG മരണം വരെ MP ആയിരുന്നു. നിങ്ങൾക്ക് ഇതുവല്ലോ അറിയോ? നിങ്ങൾക്കിത് വല്ലതും അറിയുമെന്ന് ചോദിച്ചത്. ഞാൻ 963 പാർട്ടി ചേർന്നത്. എന്നെ പഠിപ്പിക്കാൻ വരിക. നിങ്ങൾ വന്നിരിക്കുന്നത് ഇതിനെ അലങ്കോലപ്പെടുത്താനാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ നിങ്ങൾ മാത്രം ഇത്ര തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. പാർട്ടിക്ക് ഡാമേജ് ഇല്ലാതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയാണ് അധികാര വ്യാമോഹം. തൻ്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട്? താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്? സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയും കൊണ്ടാണ്. ഇവിടെ PWD മിനിസ്റ്റർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനാണ് തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിൻ്റെ അല്ല എല്ലാം. സർക്കാരിൻ്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്, ഒരു വ്യാമോഹമാണ്, അബദ്ധമാണ്. പറഞ്ഞേക്കാം കേട്ടല്ലോ, അബദ്ധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.